പുലർച്ചെയുടെ മഞ്ഞ വെളിച്ചത്തിൽ ഗ്രാമത്തിലെ മാർക്കറ്റ് ഉണർന്നു തുടങ്ങിയിരിക്കുന്നു. പച്ചക്കറി ചാക്കുകൾ തുറക്കുന്നു. മീൻ വിൽപ്പനക്കാർ വിളിക്കുന്നു. ചായക്കടയിൽ ഗ്ലാസ് തട്ടുന്ന ശബ്ദം. അപ്പോഴാണ് ദൂരത്തു നിന്ന് ഒരു കാറിന്റെ ഹോൺ. പൊടിവഴിയിലൂടെ കറുത്ത നിറത്തിലുള്ള ആഡംബര നിറത്തിലുള്ള ഒരു കാർ. അതെ, ആ കാറിലിരിക്കുന്നത് IPS ഉദ്യോഗസ്ഥനായ അരുണാണ്. അരുണിന്റെ അരികിൽ രണ്ടാം ഭാര്യ. വില കൂടിയ സാരി, കനത്ത മേക്കപ്പ്, തിളങ്ങുന്ന ആഭരണങ്ങൾ. ഗ്രാമത്തിന്റെ പൊടിക്കുള്ളിൽ അവൾ ഒരു ആഡംബരം പോലെ. കാറിന്റെ ചില്ലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ അവളുടെ മുഖത്ത് വ്യക്തമായി കാണാം അഹങ്കാരം. ദേഷ്യത്തിൽ തന്നെ അരുണിനോട് താര ചോദിച്ചു, "ഇതാണോ നിന്റെ ഗ്രാമം?" അവളുടെ ശബ്ദം കാറിനുള്ളിൽ മുറിഞ്ഞു. എന്നാൽ അരുൺ മറുപടി പറഞ്ഞില്ല. കാറിന്റെ ചില്ലിലൂടെ പുറത്തേക്ക് നോക്കി. ഒരു പഴയ ചായക്കട, ചെറിയ പച്ചക്കറി സ്റ്റാൾ, അവിടെ നിൽക്കുന്ന ചില മുഖങ്ങൾ അവനെ തിരിച്ചറിയുന്നത് പോലെ. കാർ മാർക്കറ്റിന്റെ നടുവിൽ കുറച്ച് നിമിഷം നിർത്തി. ഗ്രാമത്തിന്റെ ശ്വാസം പോലും പിടഞ്ഞ നിമിഷം. എന്നാൽ താര അതേസമയം ദേഷ്യത്തിൽ തന്നെ, "വേഗം പോക, ഇവിടെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല." അരുൺ താരയുടെ വാക്കുകൾ കേട്ടപ്പോൾ കാർ മുന്നോട്ടെടുത്തു. കാർ മാർക്കറ്റിന്റെ നടുവിലൂടെ പതുക്കെ നീങ്ങിയപ്പോൾ അരുണിന്റെ കണ്ണുകൾ ഒരിടത്ത് നിൽക്കുകയായിരുന്നു. അതെ, ഒരു പച്ചക്കറി സ്റ്റാളിന് മുന്നിൽ ചെറിയ തട്ടിൽ വെച്ചിരിക്കുന്ന കായകളും തക്കാളികളും വിയർപ്പ് തുള്ളികൾ കവിളിലൂടെ ഒഴുകുന്ന ഒരു സ്ത്രീ, തലകുനിച്ച് കച്ചവടം ചെയ്യുന്ന ആ മുഖം. അവൾ, അതെ, അരുണിന്റെ ആദ്യ ഭാര്യ മീര. അരുണിന്റെ നെഞ്ച് ഒരു നിമിഷം കുത്തനെ പിടഞ്ഞു. ഇവൾ. വാക്കുകൾ പുറത്തേക്ക് വന്നില്ല, കണ്ണുകൾ മാത്രം വിറച്ചു. കാറിന്റെ ഉള്ളിൽ ഇരുന്ന രണ്ടാം ഭാര്യയായ താരയ്ക്ക് ഒന്നും മനസ്സിലായില്ല. അവൾ മൊബൈലിൽ തിരക്കിലാണ്. പക്ഷെ അവൻ ശ്വാസം പോലും മറന്ന നിമിഷം. മീരയാകട്ടെ പച്ചക്കറി തൂക്കം വെച്ച് പണം വാങ്ങുന്നതിനിടയിലാണ് മാർക്കറ്റിലേക്ക് 3 പേർ കയറി വരുന്നത്. അതെ, അവർ 3 പേരും മീരയുടെ അരികിലേക്ക് ചെന്നു. മുഖത്ത് കഠിനത, കണ്ണുകളിൽ ഭീഷണി. ഗ്രാമക്കാർക്ക് പരിചിതമായ ഗുണ്ടകളാണ് അവർ. അവർ ദേഷ്യത്തിൽ തന്നെ മീരയോട് ചോദിച്ചു, "ഇന്നത്തെ കച്ചവടം എത്രയായി?" അവൾ ഒന്നും പറയാതെ പച്ചക്കറി തട്ടിൽ നിന്ന് കൈ പിൻവലിച്ചു. "എന്തിനാ ചോദിക്കുന്നത്?" ശബ്ദം നിസ്സാരമായിരുന്നെങ്കിലും ഉള്ളിൽ ഉറച്ച ധൈര്യമുണ്ടായിരുന്നു മീരയ്ക്ക്. "ചോദ്യം ചോദിച്ചാൽ മറുപടി വേണം." മറ്റൊരുത്തൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. "ഇന്നത്തെ പണം കൊടുക്കൂ." മീര ഒരു നിമിഷം തല ഉയർത്തി. കണ്ണുകൾ പേടിയില്ല, വേദന മാത്രമാണ്. "ഇതെന്റെ കഷ്ടപ്പാടിന്റെ പണമാണ്, ഞാൻ തരുകയില്ല." മാർക്കറ്റിനുള്ളിൽ ഒരു നിമിഷം നിശബ്ദത വീണു. ചിലർ തലതിരിച്ചു, ചിലർ ഒന്നും കാണാതെ പോയി. എന്നാൽ കാറിനുള്ളിലിരുന്ന് അരുൺ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവൻ ഒരു നിമിഷം അവന്റെ കണ്ണുകൾ നിറഞ്ഞു. അരുണിന്റെ കൈകൾ കാറിന്റെ ഡോറിൽ അമർന്നു. മുഖം കഠിനമായി. അവന് പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. അവൻ ഒന്നും ചെയ്തില്ല. കാറിന്റെ ഡോർ തുറന്നില്ല. അവൻ പതുക്കെ കാർ ഓടിച്ചുപോയി. കാർ പതുക്കെ മാർക്കറ്റിൽ നിന്ന് അകന്നു. പിന്നിലെ കാഴ്ചയിൽ മീരയും ആ ഗുണ്ടകളും. അവളുടെ മുന്നിൽ നിൽക്കുന്ന ഗുണ്ടകൾ എല്ലാം ചെറുതായി അപ്രത്യക്ഷമായി പോയിക്കൊണ്ടേയിരുന്നു. അരുൺ വണ്ടിയെടുത്ത് പോയി. അരുണിന്റെ മുഖത്ത് ഒരു വികാരം പ്രകടമായില്ല. പക്ഷെ ഉള്ളിലെന്തോ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ അവൻ്റെ വലിയ ഗസ്റ്റ് ഹൗസിലെത്തി. വലിയ ഗേറ്റ്, ഉയർന്ന മതിലുകൾ, അകത്ത് ആഡംബരത്തിൻ്റെ മൗനം. അവൻ ആ വലിയ ഗസ്റ്റ് ഹൗസ് തുറന്ന് മുറിയിലേക്ക് കയറി. യൂണിഫോം മാറ്റി കസേരയിലിരുന്നപ്പോൾ മനസ്സ് പഴയ ഒരു ചിന്തകളിലേക്ക് പോയി. അതെ, വർഷങ്ങൾക്ക് മുൻപ് അവനൊരു പോലീസ് കോൺസ്റ്റബിൾ മാത്രമായിരുന്നു. സ്വപ്നങ്ങൾ നിറഞ്ഞ ജീവിതം. പക്ഷേ കൈവശം ഒന്നുമുണ്ടായിരുന്നില്ല. അവൻ്റെ ആകെ സ്വത്ത് മീര മാത്രമായിരുന്നു. മീര രാവന്തിയോളം കഷ്ടപ്പെട്ടു. ചില ദിവസങ്ങൾ സ്വന്തം ഭക്ഷണം ഒഴിവാക്കി. പച്ചക്കറി വിൽപ്പന, ചെറിയ ജോലികൾ. അവളുടെ സ്വപ്നം അരുണിനെ ഒരു IPS ഉദ്യോഗസ്ഥനാക്കുക എന്ന് മാത്രമായിരുന്നു. അരുണിൻ്റെ പഠിക്കുവാനുള്ള ആഗ്രഹം എല്ലാം അവൾ മനസ്സിലാക്കിയിരുന്നു. "നിനക്ക് കഴിയും അരുണെ, ഞാൻ നിന്റെ കൂടെയുണ്ട്." അവളുടെ ആ വാക്കുകൾ അവനെ മുന്നോട്ട് കൊണ്ടുപോയത്. എന്നാൽ അരുണിൻ്റെയും മീരയുടെയും വിവാഹത്തോടു കൂടിയാണ് അരുണിൻ്റെ വീട്ടുകാർ അരുണിനെ എതിർത്തു തുടങ്ങിയത്. ഒരു അനാഥയായ അവളെ അരുണിൻ്റെ വീട്ടുകാർക്ക് ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഒടുവിൽ അവരെ എതിർത്തുകൊണ്ടാണ് മീരയുടെ ഒപ്പം അരുൺ മറ്റൊരു വീടെടുത്ത് താമസമാക്കിയത്. അങ്ങനെ മീര കഷ്ടപ്പെട്ടു അധ്വാനിച്ച് അരുണിനെ പഠിപ്പിച്ചു. അങ്ങനെ അവൻ പഠിച്ചു, പരീക്ഷ എഴുതി, വിജയിച്ചു, ഒരു IPS ഉദ്യോഗസ്ഥനായി. എന്നാൽ ഇതേ സമയം അവൻ്റെ വീട്ടുകാരെല്ലാവരും അവനൊരു IPS ഉദ്യോഗസ്ഥനായപ്പോൾ അടുത്തുകൂടി. അന്ന് വരെ അകന്നു നിന്നവർ, മീരയെ താഴ്ത്തിക്കെട്ടിയവർ, ഇന്ന് അവർ എടുത്തുകൂടി. ഇപ്പോൾ അഭിമാനത്തോടെ അരുണിൻ്റെ പിന്നിൽ. "നമ്മുടെ മാനം രക്ഷിച്ചു, കുടുംബത്തിൻ്റെ തല ഉയർത്തി" എന്നൊക്കെ പറഞ്ഞ് അവനെ വലം ചെയ്തു. പക്ഷേ ആ അഭിമാനത്തിന് പിന്നിൽ ഒരു കള്ളക്കഥയുണ്ടായിരുന്നു. അവർ പതുക്കെ അരുണിൻ്റെ മനസ്സിൽ വിഷം കുത്തി നിറച്ചു. മീര ശരിയല്ല, അവൾക്ക്
മറ്റൊരാളുമായി ബന്ധമുണ്ട്. ഞങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നീ അവളെ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. നീയൊരു IPS ഉദ്യോഗസ്ഥനായപ്പോൾ നിന്റെ പണം എങ്ങനെയെങ്കിലും അവൾ തട്ടിയെടുക്കണമെന്നുള്ള ഉദ്ദേശം മാത്രമായിരുന്നു. എന്നാൽ അരുൺ അവരുടെ വാക്കുകളൊന്നും ആദ്യം വിശ്വസിച്ചില്ല. പക്ഷേ ആവർത്തിച്ചു. ദിവസവും വ്യത്യസ്തമായ വായുകളിൽ നിന്ന് അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒടുവിൽ സംശയം വിശ്വാസത്തെ തോൽപ്പിച്ചു. എന്നാൽ മീര ഇതൊന്നും അറിഞ്ഞുമില്ല. അവൾ ഇപ്പോഴും അരുണിൻ്റെ വിജയത്തെ തൻ്റെ ജീവിതത്തിൻ്റെ വിജയമായി കരുതി. പക്ഷേ ഒരു ദിവസം അവൻ വീട്ടുകാർ പറഞ്ഞതനുസരിച്ച് മീര എനിക്ക് യോജിക്കുന്നവളല്ല എന്ന് മനസ്സിൽ വിധിയെഴുതി. എന്നാൽ ഒരു ദിവസം അരുണിൻ്റെ വീട്ടുകാർ മീരയെ എതിർത്തു. ഇവൾ നിനക്ക് യോജിക്കുന്നവളല്ല എന്ന് അരുണിൻ്റെ മുന്നിൽ വെച്ച് തന്നെ പറഞ്ഞു. അരുണൊന്നും മിണ്ടാതെ നിന്നു. അവളുടെ കണ്ണുകൾ നോക്കാൻ പോലും അവനായില്ലായിരുന്നു. പക്ഷേ മീരയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പക്ഷേ അരുൺ ഒരു നിമിഷം പോലും മീരയെ പിടിച്ചു നിർത്തിയില്ല. വീട്ടുകാർ മീരയെ അടിച്ച് പുറത്താക്കി. അരുൺ ഒന്നും മിണ്ടാതെ അത് നോക്കി നിന്നു. ഒടുവിൽ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം അവന് പദവിക്ക് യോജിക്കുന്ന ഒരു വിവാഹം തന്നെ അവൻ കഴിച്ചു. അതെ, മറ്റൊരു വിവാഹം അവൻ ചെയ്തു. വലിയ ചടങ്ങ്, വലിയ ആളുകൾ, വലിയ വാർത്ത. പക്ഷെ ചെറിയൊരു സത്യം മാത്രം അവൻ്റെ ഉള്ളിൽ കിടന്നു കരയുകയായിരുന്നു. അതെ, ഇന്ന് മാർക്കറ്റിൽ പച്ചക്കറി വിൽക്കുന്ന അതേ മീര. വീട്ടിൽ ആഡംബരത്തിൽ കഴിയുന്ന അരുൺ പക്ഷെ നീതിയുടെ യൂണിഫോം ധരിച്ചിട്ടും അവൻ സ്വന്തം ജീവിതത്തിൽ നീതിയില്ലാതെ പെരുമാറി. അവൻ രണ്ടാമത് കഴിച്ച താരയിൽ നിന്ന് ഒരിക്കലും സ്നേഹം അനുഭവിച്ചിട്ടില്ല. ഓരോ ദിവസം മീരയുടെ മുഖം മാത്രമായിരുന്നു അവൻ്റെ ഓർമ്മകളിൽ. അങ്ങനെ പഴയ ഓർമ്മകളിൽ നിന്ന് അരുൺ പതുക്കെ പുറത്തു വന്നു. രാത്രി മുഴുവൻ അവന് ഉറങ്ങാനായില്ല. മീരയുടെ മുഖം, മാർക്കറ്റിലെ ആ നോട്ടം അവനെ വിട്ടുപോയില്ല. പിറ്റേ ദിവസം പുലർച്ചെ തന്നെ അരുൺ കാറുമായി അങ്ങ് ആ ഗ്രാമത്തിലെ മാർക്കറ്റിലെത്തി. ഇപ്രാവശ്യം ഹോണില്ല, ആഡംബരമില്ല. അവൻ ഒറ്റയ്ക്കാണ് പോയത്. പച്ചക്കറി സ്റ്റാളിന് മുന്നിൽ കാർ നിർത്തിയപ്പോൾ മീര അവനെ കണ്ടു. ഒരു നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ ഒരു വാക്കില്ല, ഒരു ചോദ്യം പോലുമില്ല. അരുൺ സംസാരിക്കാൻ വേണ്ടി വാ തുറന്നപ്പോൾ പിന്നിലൊരു കുഞ്ഞു ശബ്ദം, അമ്മേ. ഏകദേശം 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി ഓടുവന്നു. മീരയുടെ കൈകൾ പിടിച്ചു. മീര കുനിഞ്ഞ് ആ കുട്ടിയെ ചേർത്ത് പിടിച്ചു. അവളുടെ നെഞ്ചിൽ ചേർത്ത് മുടി തലോടി. അരുൺ ഒരു നിമിഷം ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി. ആ കണ്ണുകൾ, ആ മുഖഭാഗം. അവൻ്റെ ശ്വാസം ഒരു നിമിഷം നിന്നു. അപ്പോഴാണ് മാർക്കറ്റിൻ്റെ അറ്റത്ത് നിന്ന് കുറേ ഗുണ്ടകൾ ഓടി വന്നത്. അതെ, ഇന്നലത്തെ ആ ഗുണ്ടകൾ തന്നെ. അവർ കയ്യിൽ നിന്ന് ഒരു കത്തി പുറത്തെടുത്തു. അവർ നേരെ തന്നെ മീരയുടെ അടുത്തേക്ക് വന്നു. എന്നാൽ അരുൺ അതിനെ എതിർത്തു. അരുൺ അവരുമായിട്ട് ഒരു ഫൈറ്റിങ്ങിൽ ഏർപ്പെട്ടു. അരുൺ അവരെ ഇടിച്ചു. ഒടുവിൽ ഒരാൾ അരുണിനെ കുത്തുവാൻ വേണ്ടി കത്തികൾ ഉയർത്തി. അവനെ കുത്തുവാൻ ശ്രമിച്ചു. അതേ നിമിഷം മീര ഇതെല്ലാം കണ്ട് മുന്നിലേക്ക് ചാടി വീണു. വേണ്ട! അവളുടെ അലർച്ച. കത്തി അരുണിൻ്റെ നെഞ്ചിലേക്കല്ല, മീരയുടെ ശരീരത്തിലേക്കാണ് കുത്തിക്കേറിയത്. രക്തം. മീര നിലത്തേക്ക് വീണു. മീര അരുണെന്ന് ഉറക്കെ നിലവിളിച്ചു. അരുൺ അവളെ കൈകളിലെടുത്തു. രക്തം അവൻ്റെ കൈകളിലൂടെ ഒഴുകി. അവൻ മീരയെ ചേർത്ത് പിടിച്ച് അവൻ്റെ കാറിൽ കയറ്റി. കുഞ്ഞിയും അവൻ്റെ ഒപ്പം തന്നെ കയറി. അരുൺ കാറിലേക്ക് ഓടി മീരയെ സീറ്റിൽ കിടത്തി കാർ പാഞ്ഞു ആശുപത്രിയിലേക്ക്. ഒരു പ്രാവശ്യം അവൻ IPS ഉദ്യോഗസ്ഥനായിരുന്നില്ല. അവൻ തൻ്റെ ജീവിതം രക്ഷിക്കാൻ വൈകിയ ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ ആശുപത്രി വരാന്തിയിൽ ആ കുഞ്ഞി ഉറക്കെ കരയുവാൻ തുടങ്ങി. എൻ്റെ അമ്മയ്ക്ക് എന്തു പറ്റി? അവൻ്റെ ചെറിയ കൈകൾ വിറച്ചു, കണ്ണുകളിൽ പേടി. അരുൺ മിണ്ടാതെ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു. ആദ്യമായി അവനൊരു പോലീസുകാരനല്ല. അവൻ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഒന്നുമാകില്ല മോനെ നിൻ്റെ അമ്മയ്ക്ക്. അപ്പോഴാണ് ആ ആശുപത്രിയിലേക്ക് ഒരു ഹൈ ഹീൽ ചെരുപ്പിൻ്റെ ശബ്ദം. അതെ, അരുണിൻ്റെ രണ്ടാം ഭാര്യ ആശുപത്രിയിലേക്ക് വിവരങ്ങളെല്ലാം അറിഞ്ഞു ഓടി വന്നു. മുഖത്ത് കോപം, കണ്ണുകളിൽ അസൂയ. അവൾ ഓടിച്ചെന്ന് അരുണിൻ്റെ അരികിലെത്തി. ഇതെന്താ നടക്കുന്നത് അരുൺ? ഈ സ്ത്രീയെ നീ എന്തിനാണ് രക്ഷിച്ചത്? അരുൺ പതുക്കെ എഴുന്നേറ്റു. ആ കുഞ്ഞിനെ പിന്നിലേക്ക് മാറ്റി. ഇത്തവണ അവൻ്റെ കണ്ണുകളിൽ നിശബ്ദയില്ല, തീരുമാനം മാത്രമാണ്. അവൻ താരയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇതെൻ്റെ ആദ്യ ഭാര്യയാണ്. ഒരു നിമിഷം താര ഞെട്ടലോടെ കൂടി തന്നെ നിന്നു. അവൾ എതിർത്തു. ഒടുവിൽ ദേഷ്യത്തോടു കൂടി തന്നെ പറഞ്ഞു, നിന്നെപ്പോലെയുള്ള ഒരുത്തനുമായി എനിക്കൊരിക്കലും ജീവിക്കുവാൻ സാധിക്കുകയില്ല. എനിക്കിപ്പോൾ തന്നെ ഡിവോഴ്സ് വേണം. ഞാൻ ഇപ്പോൾ വീട്ടിലേക്ക് പോകുകയാണ്. നിന്റെ വീട്ടിലേക്കല്ല, ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ദേഷ്യത്തിൽ തന്നെ ആശുപത്രി വിട്ടിറങ്ങി. എന്നാൽ അരുണൊന്നും പറഞ്ഞില്ല. ഒരു നിമിഷം ആ കുഞ്ഞിനെ മാത്രം നോക്കി. അങ്ങനെ
അരുൺ തളർന്ന് കസാരയിലിരുന്നു. കണ്ണുകൾ നിറഞ്ഞു. അല്പം സമയം കഴിഞ്ഞപ്പോൾ മീരയുടെ കണ്ണുകൾ പതുക്കെ തുറന്നു. അവൾ അരുണിനെ കണ്ടു. ഒന്നും പറഞ്ഞില്ല. അരുൺ മുന്നോട്ട് ചാഞ്ഞു. അവളെ ചേർത്ത് പിടിച്ചു, വാക്കുകളില്ലാതെ, വാഗ്ദാനങ്ങളില്ലാതെ. പക്ഷെ ഇപ്രാവശ്യം അവൾ ഒരു സത്യം കൂടി അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, നിറകണ്ണുകളുമായി അരുണിനോട് അവൾ പറഞ്ഞു, ഈ കുഞ്ഞി നിന്റെ തന്നെയാണ് അരുൺ. അരുണിൻ്റെ ശ്വാസം ഒരു നിമിഷം പിടഞ്ഞു. അവൾ പിന്നെയും തുടർന്നു, അന്ന് നീ എന്നെ ഇറക്കി വിട്ടു. വാതിലടഞ്ഞപ്പോൾ എൻ്റെ ലോകവും അടഞ്ഞു. പക്ഷെ ഒരു നിമിഷം, ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഞാനൊരു അമ്മയാകാൻ പോകുന്നുവെന്ന്. മീരയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അരുൺ തളർന്നു. കണ്ണുകൾ അടഞ്ഞു. പക്ഷേ എനിക്ക് നിന്റെ അടുത്തേക്ക് വരുവാൻ പിന്നെ ധൈര്യമുണ്ടായിരുന്നില്ല. നിന്റെ ജീവിതം വീണ്ടും ഞാൻ തകർക്കുവാൻ നിന്റെ അരികിലേക്ക് ഞാൻ വന്നില്ല. ഈ കുഞ്ഞിനെ ഞാൻ വളർത്തി. മീരയുടെ ശബ്ദത്തിൽ വേദനയില്ല, തീർന്ന സഹനം മാത്രമാണ്. ഈ കുഞ്ഞിനായി ഞാൻ ജീവിച്ചു. അവൻ്റെ ഓരോ ശ്വാസത്തിനും അവൻ എൻ്റെ ലോകമാണ്. കുഞ്ഞി അമ്മയുടെ കൈ പിടിച്ചു. അരുണിനെ നോക്കി. ആ നോട്ടം അരുണിൻ്റെ നെഞ്ചി പിളർത്തി. അരുൺ മുന്നോട്ട് വന്നു. മീരയെയും കുഞ്ഞിനെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ചു. അവൻ്റെ നെഞ്ചിൽ നിന്ന് ഒരു കരച്ചിൽ പൊട്ടിപ്പുറപ്പെട്ടു. അതൊരു IPS ഓഫീസറുടെ കരച്ചിലല്ല, തകർന്ന ഒരു മനുഷ്യൻ്റെ. ക്ഷമിക്കണം മീര, എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. എല്ലാം അറിഞ്ഞപ്പോൾ വൈകിപ്പോയി. എന്നാൽ മീര ഒന്നും പറഞ്ഞില്ല. അവൻ്റെ കരച്ചിൽ കേട്ടു. കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു. ആ നിമിഷം 3 ഹൃദയങ്ങൾ ഒരു താളത്തിലിടിച്ചു. വൈകിയെത്തിയ സത്യം. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയ ദിവസം മീരയുടെ കൈകൾ ഇപ്പോഴും ബാൻഡേജ്. പക്ഷേ കണ്ണുകളിൽ ഒരു ഭയം പോലുമില്ല. അരുൺ അവളുടെ കൈകൾ പിടിച്ചു കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് അവൻ തൻ്റെ ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോയി. വലിയ ആഡംബരമില്ല, പക്ഷേ ശാന്തതയുണ്ടായിരുന്നു, സുരക്ഷയും. പുലർച്ചെ കുഞ്ഞിൻ്റെ ചിരിയോടെ വീട് ഉണരും. മീര അടുക്കളയിൽ പണിയിലാക്കും. അരുൺ ജനലിലിരുന്നത് കൊണ്ട് തന്നെ മീരയെയും കുഞ്ഞിനെയും നോക്കും. രാവിലെ അരുണിൻ്റെ ഒപ്പം അവർ ഒന്നിക്കുവാനിടയായ ആ മാർക്കറ്റിലേക്ക് പോകും. പച്ചക്കറികൾ മേടിക്കും. ഇപ്പോൾ അവരുടെ ജീവിതം സന്തോഷത്തിൽ തന്നെ കഴിയുന്നു. അപ്പോൾ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങളെ കമൻറ്റ് എന്തായാലും ഒന്ന് അറിയിച്ചോളൂ. ഇനി ഇതുപോലത്തെ അടുത്ത ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ആയിട്ട് കാണാം.